CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടാതെ തന്നെ മറ്റൊരു ISL അപ്ഡേറ്റുമാണ്. ആദ്യത്തെ ഒരു അപ്ഡേറ്റായി നമ്മൾ കണക്കാക്കുന്നത് ഇന്നലത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വൂക്കോമാനോവിച്ച് മത്സരത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇനി രണ്ടാമതായുള്ള അപ്ഡേറ്റ് എന്നത് ISLിലേക്ക് അടുത്ത സീസണിൽ ഒരു പുതിയ ക്ലബ്ബ് കൂടി ആഡ് ആവുകയാണ്. ആ ഒരു ക്ലബിനെ കുറിച്ചുമാണ് നമ്മൾ രണ്ടാമത്തെ അപ്ഡേറ്റ് ആയി പരിഗണിക്കുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. നമുക്കറിയാം ഇന്നലെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്കെതിരായുള്ള മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു എവേ മത്സരം കൂടിയായിരുന്നു. ഏതായാലും ആ ഒരു മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് തോൽവി വാങ്ങിയിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരങ്ങളുടെ ലിസ്റ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ 2023 ഡിസംബറിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായിട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും അവസാനത്തെ എവേ വിജയം എന്ന് പറയുന്നത്. അതും 102 ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു വിജയം സ്വന്തമാക്കിയത്. അതിനുശേഷം ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു എവേ മത്സരം പോലും വിജയിച്ചിട്ടില്ല. ഏതായാലും ഇന്നലത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഒരുപാട് അരങ്ങേറ്റം കുറിക്കാത്ത താരങ്ങൾക്കും ഇന്നലെ കളിക്കളത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ സാധിക്കുകയും ചെയ്തു. യങ് പ്ലേയേഴ്സിനൊക്കെ ഈ ഒരു മത്സരം വളരെ നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഏതായാലും നമുക്ക് ഇന്നലെ നടന്ന മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വൂക്കോമാനോവിച്ച് മത്സരത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഏതായാലും മത്സരശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങളുടെ ടീമിൽ ഇന്ന് കളിച്ച എല്ലാ സൂപ്പർ താരങ്ങൾക്കും അവരുടെ ഹൃദയം കൂടാതെ തന്നെ അവരിൽ നിന്നും ആവുന്നതുപോലെ അഥവാ 100% അവർ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിലെ എല്ലാ യങ് പ്ലേയേഴ്സിനെയും വളരെയധികം പ്രശംസിക്കേണ്ടതുണ്ട്. കൂടാതെ ആ താരങ്ങളൊക്കെ കളിച്ച പൊസിഷനിൽ നമ്മൾ എടുത്തു നോക്കേണ്ടതാണ്. എല്ലാവർക്കും പരിചയമല്ലാത്ത പൊസിഷനിലായിരുന്നു ഇന്നലെ താരങ്ങളെല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ കൂടി അവർ വളരെ മികച്ച രീതിയിൽ തന്നെ ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു മത്സരം ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് എന്റെ കളിക്കാർ അഥവാ എന്റെ കുട്ടികൾ കളിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ഇവാൻ വൂക്കോമാനോവിച്ച് ഈ ഒരു മത്സരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ 3 ദിവസം മുമ്പുള്ള മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിൽ തന്നെയാണ് കളിക്കാരെല്ലാവരും ഈ ഒരു മത്സരം കളിച്ചത് എന്നാണ്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് മത്സരശേഷം ഇവാൻ വൂക്കോമാനോവിച്ച് ആ ഒരു മത്സരത്തെക്കുറിച്ച് അഥവാ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്കെതിരായുള്ള മത്സരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആശാന്റെ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് യങ് പ്ലേയേഴ്സിനൊക്കെ അവസരം ലഭിച്ചതിൽ ആശാൻ വളരെയധികം തൃപ്തനാണ് എന്നാണ്. ഏതായാലും ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 2024-25 സീസണിലേക്ക് പുതിയൊരു ബംഗാൾ ടീം കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരികയാണ്. അതെ, ഐ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഷിംഗ്ലോങ് ലജോഗിനെ വീഴ്ത്തിയതോടെ ബംഗാൾ ക്ലബ്ബായ മുഹമ്മദൻ SC ISLിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലെ ഐ ലീഗ് സീസണിൽ 23 മത്സരങ്ങളിൽ നിന്നും 52 പോയിന്റുകൾ മുഹമ്മദൻ SC ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. 15 വിജയവും 7 സമനിലയും 1 തോൽവിയുമാണ് മുഹമ്മദൻ SCയുടെ ഈ ഒരു സീസണിലെ സമ്പാദ്യമായി കണക്കാക്കിയിട്ടുള്ളത്. ഏതായാലും അടുത്ത ISLന്റെ 11ാം സീസണിൽ നമുക്ക് ബംഗാൾ ടീമായി കൊണ്ട് 3 ടീമിനെ ഉൾപ്പെടുത്താനാവും. ഈസ്റ്റ് ബംഗാൾ FC, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, ഇത് കൂടാതെ തന്നെ മുഹമ്മദൻ SC. ഏതായാലും ഇനി അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരം വരുന്നത് ഹൈദരാബാദ് FCക്കെതിരായിട്ടാണ്. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ISLിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC അവരുടെ പ്ലേ ഓഫിലേക്കുള്ള താരങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ അഡ്രിയാൻ ലൂണയുടെ പേരും ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ISLിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് പ്ലേ ഓഫിൽ അഡ്രിയാൻ ലൂണ കളിക്കുമെന്ന് ഇതിനോടകം തന്നെ ഉറപ്പായിട്ടുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചെല്ലാമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.